ഒമാനിൽ വൈദ്യുത സേവനങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് പബ്ലിക് സർവീസ് റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ മൻസൂർ ബിൻ താലിബ് അൽ ഹിനായിയാണ് വ്യക്തമാക്കിയത്. കൃത്യമായി സേവനങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അതോറിറ്റിക്ക് നേരിട്ട് പരാതി നൽകാൻ പൊതുജനങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ വർഷം വൈദ്യുതി, ജലവിതരണ, ഊർജ്ജ മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇക്കൊല്ലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഉപഭോക്താക്കളുടെ വൈദ്യുതി ബില്ലിൽ കുറവ് വരുത്തിയാകും നഷ്ടപരിഹാര തുക നൽകുക. റെസിഡൻഷ്യൽ, നോൺ റെസിഡൻഷ്യൽ കണക്ഷൻ വൈദ്യുതി നിരക്കുകളിൽ 70% കുറവ് വരുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജലവിതരണ മേഖലയിൽ 3,32,000-ഉം വൈദ്യുതി മേഖലയിൽ 6,76,000-ഉം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു. രാജ്യത്ത് കൂടുതൽ സോളാർ എനർജി പ്ലാന്റുകൾ സ്ഥാപിക്കും. ഇതിലൂടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ 30% ഊർജ്ജം ലഭ്യമാക്കും. ഇബ്രിയിലെ 3 സോളാർ എനർജി സ്റ്റേഷനുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ വർഷം അതോറിറ്റിക്ക് ലഭിച്ച 91% പരാതികളിലും പരിഹാരം കണ്ടെത്തിയതായും മൻസൂർ ബിൻ താലിബ് അൽ ഹിനായി വ്യക്തമാക്കി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ മേഖലയിൽ സ്വദേശീവൽക്കരണം പൂർത്തിയാക്കി. പ്രകൃതിവാതക വിതരണ മേഖലയിൽ 94% സ്വദേശീവൽക്കരണ തോത് വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.